എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് മിനിമം എത്ര മാർക്ക് വേണം, അതുപോലെ A+ കിട്ടാനായിട്ട് ഒരു വിദ്യാർത്ഥി 40-ൽ അല്ലെങ്കിൽ 80-ൽ എത്ര മാർക്ക് നേടണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം, അതുപോലെ തന്നെ കുറച്ച് മാർക്ക് നേടിയത് കൊണ്ട് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം ഇനി ഏകദേശം കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, അതായത് 2-3 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പരീക്ഷ ആരംഭിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. കാരണം ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇനി അതായത് ഈ ഒരു ജസ്റ്റ് വെറുതെ ഒക്കെ ഇരിക്കാനായിട്ട് ഇനി കുറേ സമയം കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. കാരണം പിന്നീട് പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു സമയം നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടും ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അതനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. SSLC പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു SSLC പരീക്ഷയിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ ഒരു ഇത്ര മാർക്ക് കിട്ടി, അതായത് ജസ്റ്റ് പാസ്സായിട്ട്, അതായത് C ഗ്രേഡോ അല്ലെങ്കിൽ D+ കിട്ടി, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്കൊരു B+ അല്ലെങ്കിൽ A ഗ്രേഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു D+ കിട്ടിയ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ഗ്രേഡായിട്ട് വരിക. അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിഷയം തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വിവിധ മെഡിക്കൽ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെടുകയൊക്കെ ചെയ്ത കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 10 വിഷയങ്ങൾ വരെ സേ പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം നൽകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ജയിച്ച സബ്ജക്റ്റ് ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നില്ല. SSLC സേഫ് പരീക്ഷ മാത്രമാണുള്ളത്, SSLC ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇനി നമുക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം ആദ്യം നോക്കാം. A+ കിട്ടാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഗ്രേഡിംഗ് സ്കെയിൽ വരുന്നത്. അതായത് നിങ്ങളുടെ SSLCയുടെ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അതായത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടി എന്ന് അറിയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് അതിന് ഏത് ഗ്രേഡാണ്, A+ ആണോ, A ആണോ, B+ ആണോ, B ആണോ, C+ ആണോ, C ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ D+ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. D+ന് താഴെ ഈ ഒരു DO EO കിട്ടുന്ന വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് നിർബന്ധമായിട്ടും SSLC സേ പരീക്ഷ എഴുതണം. SSLC റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കും. അതായത് SSLC സേയുടെ അപേക്ഷ ആരംഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, പകരം നിങ്ങൾക്ക് എഴുതിയ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തോന്നുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് SSLC റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. A+ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ 40-ൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് A+ ആവും. 40-ൽ 10 മാർക്ക് CE ഉണ്ട്. 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് 45 കിട്ടിക്കഴിഞ്ഞാൽ അത് A+ ഗ്രേഡിലേക്ക് മാറും. അതായത് 10 മാർക്ക് CE ഫുള്ള് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു 35 കിട്ടിയാൽ തന്നെ അത് A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100 മാർക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 90% മുതൽ 100% വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിലാണ് നിങ്ങൾക്കത് A+ ആയിട്ട് വരിക. അതായത് നിങ്ങൾക്ക് 100-ൽ 90 മാർക്ക് മുതൽ അതായത് 100 മാർക്ക് വരെ കിട്ടണം. അതായത് 80 മാർക്കിലാണ് ഇതിൻ്റെ പരീക്ഷ വരിക. 80 മാർക്കിൽ പരീക്ഷ 20 മാർക്ക് CE ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 80 മാർക്കിൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 71 മാർക്ക് മുതൽ, അതായത് 80 മാർക്കിൽ നോക്കുന്ന സമയത്ത് 71 മുതൽ 80-ന് ഇടയിലായിട്ട് കിട്ടുകയാണെങ്കിലാണ് A+ വരിക. ഫുൾ CE മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 70 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ അത് ടോട്ടൽ 90 മാർക്ക് വരും. അങ്ങനെ 90 കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് A+ ഗ്രേഡായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മിനിമം മാർക്ക് വേണ്ടത് 30% ആണ്. ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ CE കിട്ടുകയാണ് എങ്കിൽ നമുക്ക് നോക്കാം. ഫുൾ CE എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഇവിടെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു 10 മാർക്ക് CE ഫുള്ള് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ഇതിനോടൊപ്പം ഒരു 5 മാർക്ക് മാത്രമാണ് നേടേണ്ടത്. അതായത് ഈ ഒരു ടോട്ടൽ 50-ൻ്റെ 30% എന്ന് പറയുന്നത് 15 മാർക്കാണ്. 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 5 മാർക്ക് എഴുതിയിട്ട് വാങ്ങിച്ചാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ, അതായത് 80 മാർക്കിൽ അതിൻ്റെ 30% എന്ന് പറയുന്നത് 24 മാർക്കാണ് 80-ൻ്റേത് വരിക. എന്നാൽ 100-ൻ്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 30 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഫുൾ 20 CE കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു CE മാർക്ക് ഫുള്ള് കിട്ടില്ല. ചില വിദ്യാർത്ഥികൾക്ക്
എന്തെങ്കിലും വേരിയേഷൻ ആയിട്ട്, അതായത് 1 or 2 മാർക്കൊക്കെ കുറയാം, അല്ലെങ്കിൽ 3 മാർക്കൊക്കെ കുറയാം. ചില വിദ്യാർത്ഥികൾക്ക് 20-ൽ 12 മാർക്കൊക്കെ കൊടുക്കും. അതായത് നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കാതെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചില ടീച്ചേഴ്സ് 12 കൊടുക്കും, എന്നാൽ ചില ടീച്ചേഴ്സ് 20 മാർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫുള്ള് കിട്ടി, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് CEയിൽ എന്നുള്ളത് ആർക്കും പറയാനായിട്ട് പറ്റുന്നതല്ല. അത് ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അത് നിങ്ങൾ ഒരു സിഗ്നേച്ചറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങളുടെ CEയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഷീറ്റിൽ. ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര CE കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ പല വിദ്യാർത്ഥികളും അത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു CEയുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് 45 അല്ലെങ്കിൽ 80 മാർക്കിൻ്റെതിൽ 10 മാർക്കോ നേടുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മിനിമം ഒരു B ഗ്രേഡോ അല്ലെങ്കിൽ B+ഓ അല്ലെങ്കിൽ A ഗ്രേഡോ A+ ഒക്കെ നേടുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടത്, യാതൊരു വിധത്തിലും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. ഇത് സാധാ ഒരു പരീക്ഷയാണ്. നിങ്ങൾക്ക്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അതിനുവേണ്ടിയൊന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലൊരു ഉപകാരപ്രദമായിരിക്കും. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് വല്ല ജോലിയോ അല്ലെങ്കിൽ തുടർ പഠനത്തിന്, അതായത് +1 അഡ്മിഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്കത് കൂടുതൽ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒരു 5 or 10 മാർക്ക് കിട്ടി ജയിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു A ഗ്രേഡോ അല്ലെങ്കിൽ A+ഓ അല്ലെങ്കിൽ B+ഓ B ഗ്രേഡോ ഒക്കെ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾ അതിൽ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു 30 മാർക്കെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ 80-ൽ നിങ്ങൾ ഒരു മിനിമം ഒരു 50 മാർക്കെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഒരു മാർക്കാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കും. കാരണം നിങ്ങൾ വിചാരിക്കും, ആ ഒരു സമയം പരീക്ഷയുടെ സമയം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു സമയം ചിന്തിച്ചതുകൊണ്ട് പിന്നീട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം നിങ്ങൾ ഈ ഒരു പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അത് എത്രത്തോളം പരീക്ഷയിൽ നിങ്ങൾ എഴുതിയിട്ട് പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ പറയും, എനിക്ക് ഇത്ര 5A+ ഉണ്ട്, 5A ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 10A+ ഉണ്ട്, അതല്ലെങ്കിൽ ഇത്ര A ഗ്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര B+ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു D+ ഗ്രേഡ് മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ഒരു പരീക്ഷയുടെ സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ നന്നായിരുന്നു, അങ്ങനെയെങ്കിൽ എനിക്കും കൂടുതൽ മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആ ഒരു സമയം ചിന്തിക്കും. അപ്പോൾ ആ ഒരു സമയം ചിന്തിച്ചതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവില്ല. ഈ ഒരു പരീക്ഷാ കാലത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വായിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മിനിമം ഒരു A ഗ്രേഡ് കിട്ടുന്ന രീതിയിലെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു B B+ ഒക്കെ കിട്ടും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു A+ ഗ്രേഡെങ്കിലും കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് 5 or 10 മാർക്കേ ജയിക്കാനായിട്ട് വേണ്ടൂ. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് പാസ് എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു മികച്ചൊരു സ്കോർ നേടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് പഠിക്കുക. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു 30 മാർക്കും 80 മാർക്കിൻ്റെ വിഷയത്തിൽ മിനിമം ഒരു 50 മാർക്കെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് എഴുതുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.